ഓക്കെ. അപ്പോൾ ഇത് ഈ വീഡിയോയിൽ ഇത് പറയണത് നമ്മൾ ആദ്യം ഒരു പാക്കേജ്, അതായത് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വാല്യൂവിനെ ആക്സസ് ചെയ്യുന്ന രീതിയാണ് നമ്മളിവിടെ പറയണം. ഓക്കെ. ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഓൾറെഡി PKG1 ഉള്ളത് കൊണ്ട് PKG2 എന്ന് പറയുന്ന ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യുക. അത് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഞാൻ ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് ഈ വീഡിയോയുടെ കൂടെ ഒരു വേർഡ് ഫയൽ അയക്കും. ആ വേർഡ് ഫയൽ വർക്കൗട്ട് ചെയ്തിട്ട് മാത്രമേ ഈ വീഡിയോയിലുള്ള പ്രോഗ്രാം ചെയ്യാവൂ. കാരണം അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ PKG2 ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ പാക്കേജ് ന്യൂ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 2 ജാവ ക്ലാസ് ആണ്. അതായത് ഇപ്പം 2 ഡിഫറെൻറ്റ് ജാവ ക്ലാസ്സിൽ കിടക്കുന്ന വേരിയബിൾസിനെയോ ഡേറ്റയോ എങ്ങനെ മെയിൻ ക്ലാസ്സിലേക്ക് വിളിക്കും അല്ലെങ്കിൽ എങ്ങനെ പ്രിന്റ് ചെയ്യും എന്നുള്ളതാണ് എക്സാമ്പിൾ. അത് ആ വേർഡ് ഫയലിൽ ഒരു ജാവ ക്ലാസ് വെച്ചിട്ടുള്ള പ്രോഗ്രാം ഞാൻ ഇതിൻ്റെ കൂടെ അയക്കുന്ന വേർഡ് ഫയലിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇത് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ജാവ ക്ലാസ് ആഡ് ചെയ്യണം. അതിൻ്റെ പേര് ക്ലാസ് എ. ഈ ജാവ ക്ലാസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ കൊടുക്കരുത്. കാരണം പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്ന് പറയുന്നത് മെയിൻ ക്ലാസ്സിൽ ആയിട്ട് വരേണ്ടതാണ്. സോ ജസ്റ്റ് ഗീവ് ക്ലാസ് നെയിം കൊടുത്തിട്ട് ഫിനിഷ് ചെയ്യുക. സോ ഇവിടെ ക്ലാസ് എ, PKG2വിനകത്ത് ക്ലാസ് എ എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ആയി. ദെൻ അഗെയിൻ റൈറ്റ് ക്ലിക്ക് ദ PKG2. ഇതിൽ നമ്മൾ വേറൊരു ക്ലാസ്, അതും ജാവ ക്ലാസ് ആണ്, നോട്ട് മെയിൻ ക്ലാസ്. ഓക്കെ. ജാവ ക്ലാസ് ബി. ഓക്കെ. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, ജാവ മെയിൻ ക്ലാസ് ആഡ് ചെയ്യാണ്. കാരണം ഈ ക്ലാസ്സുകളെ കൺട്രോൾ ചെയ്യുന്നത് ഈ മെയിൻ ക്ലാസ് ആണ്. റൺ ചെയ്യുക, കമ്പൈൽ ചെയ്യുക, അതെല്ലാം നമുക്ക് അതിലേ പറ്റുള്ളൂ. ഞാനതിപ്പോൾ അത് കാണിക്കാം. ഇതിനകത്ത് ഞാൻ മെയിൻ ക്ലാസ് എഴുതുകയാണ്. മെയിൻ ക്ലാസ് എഴുതിയിട്ട് ഈ മെയിൻ ക്ലാസ്സിൽ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ വേണം. അതിൻ്റെ യൂസ് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ക്ലിക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യാണ്. ഓക്കെ. ഈ മെയിൻ ക്ലാസ്സും നോർമൽ ജാവ ക്ലാസ്സും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്ലാസ്സിനെ ഒരിക്കലും റൺ ചെയ്യാൻ പറ്റത്തില്ല. റൺ ചെയ്യാനെ കൊണ്ട് നമുക്കിത് പറ്റത്തില്ല. സെക്കൻഡേ. ഓക്കെ. നമുക്ക് ഈ നോർമൽ ജാവ ക്ലാസ്സുകളെ നമുക്ക് റൺ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ റൺ ആസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വേറെ ആസ് ജാവ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നൊരു ഇത് വരില്ല. ഇത് റൺ ഓൺ സെർവർ, അത് J2EE ആപ്ലിക്കേഷൻ, അത് വേറെ. ഇതിനകത്ത് ഓപ്ഷനേ വരില്ല, ജാവ ആപ്ലിക്കേഷൻ ഓപ്ഷനേ വരില്ല. കാരണം ഇതിനകത്ത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഉള്ളതാണ് മെയിൻ ക്ലാസ്. ആ ക്ലാസ്സിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉണ്ടോ, ഇതിപ്പം ഈ ഓപ്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് മെയിൻ ക്ലാസ് ഇപ്പോൾ നമ്മൾ CPP-യിലാണെങ്കിൽ വോയിഡ് മെയിൻ മുതലാണ് പ്രോഗ്രാംസിൻ്റെ കമ്പൈൽ റൺ ഒക്കെ തുടങ്ങുന്നത്. ജാവയെ സംബന്ധിച്ചിടത്തോളം അത് ഈ പറയുന്ന മെയിൻ ക്ലാസ് ആണ്. മെയിൻ ക്ലാസ് ആക്കുന്നത് ഈ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്ന് പറയുന്ന മെയിൻ മെത്തേഡാണ്. മെത്തേഡ് എന്നാണ്. ഇപ്പോൾ ഫംഗ്ഷന് CPP-യിലാണെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയും, ജാവയിലാണെങ്കിൽ നമ്മൾ മെത്തേഡ്സ് എന്ന് പറയും. ആ മെത്തേഡ് ഡിഫറൻസ് ഒന്നുമില്ല, വേർഡിൽ വരുന്ന ഒരു ഡിഫറൻ്റ് ആണ് മെയിനായിട്ട് വരുന്നത്. സോ ഇത് CPP-യിൽ വോയിഡ് മെയിൻ, ഇവിടെ വരുമ്പോൾ അത് മെയിൻ മെത്തേഡ് എന്ന് പറയും. ഈ മെയിൻ മെത്തേഡ് ഉണ്ടെങ്കിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിനുവേണ്ടി ക്ലാസ്സുകളിൽ അത് ശ്രമിക്കേണ്ട, അത് പോസിബിൾ അല്ല. അതാണ് ജാവയുടെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഒരിക്കലും ഓപ്ഷനെ നമുക്കിവിടെ കിട്ടത്തില്ല റൺ ചെയ്യാനുള്ളത്. ഓക്കെ. അപ്പോൾ ഞാൻ നേരെ ക്ലാസ് എയിലേക്ക് പോകുന്നു. എയിലേക്ക് പോയിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു വാല്യൂ എഴുതും. ഇപ്പം മാഡത്തിൻ്റെ പേര് ഞാൻ എഴുതാണ്. സ്ട്രിങ് നെയിം ഈക്വൽ ടു പ്രിയ എന്ന് എഴുതാണ്. ഓക്കെ. നെയിം എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഈ ക്ലാസ്സിൻ്റെ ഒരു വേരിയബിളാണ് ഈ നെയിം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. നെയിം എന്ന് പറയുന്നത് ഈ ക്ലാസ് എയുടെ ഒരു വേരിയബിളാണ്. അതിൻ്റെ ടൈപ്പാണ് ഇവിടെ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഈ പേരുകൾ. ഇപ്പം നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ ഇപ്പം നമ്മൾ മാർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഇൻറ്റിജറാണ്, ഇൻറ്റായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം അതിനകത്ത് നമ്മൾ ഡിജിറ്റ്സ് ആണ് കൊടുക്കുന്നത്. 25. എവരി സ്റ്റേറ്റ്മെന്റ് എൻഡ്സ് വിത്ത് സെമിക്കോളൻ. അറിയായിരിക്കുമല്ലോ പ്രോഗ്രാമിങ്ങിൽ. അപ്പോൾ അതേസമയം നമ്മളിപ്പോൾ പെർസെൻറ്റേജ് ഓഫ് മാർക്കാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഫ്ലോട്ട് അവൈലബിൾ, ഇൻറ്റ് കഴിഞ്ഞാൽ ഫ്ലോട്ടാണ്. പക്ഷേ നോർമലി നമ്മൾ ജാവയിൽ ഉപയോഗിക്കുന്നത് ഡബിളാണ്. ഡബിൾ എന്ന് പറഞ്ഞാൽ ഡബിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ഈ ഡബിളിൻ്റെ പ്രത്യേകിച്ച് 2.2 ഈ പോയിന്റ് ഒക്കെ വരുന്ന വേരിയബിൾസ് ഒക്കെ നമുക്ക് അതിനകത്ത് കൊടുക്കാം. ഫ്ലോട്ട് ഉണ്ട്, തീർച്ചയായിട്ടും ജാവയിൽ ഫ്ലോട്ട് ഉണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും ഫ്ലോട്ടിൽ ഒരു എറർ ജനറേഷൻ വരുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജാവയിൽ നോർമലി ഇൻറ്റ് കഴിഞ്ഞാൽ നേരെ പോകുന്നത് അടുത്ത് ഡബിളിലേക്കാണ്. അപ്പോൾ ഇന്ത്യനിൽ നമുക്ക് ഒരിക്കലും പോയിന്റ് കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ ബേസിക്സ് ആണ്, അതൊക്കെ അറിയാമായിരിക്കാം. മേ ബി അല്ലെങ്കിൽ ചോദിച്ചാൽ മതി, ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഈ ക്ലാസ് എയിലുള്ള 3 വേരിയബിൾസ് ആണ് നെയിം, മാർക്ക്, പെർസെൻറ്റേജ്. ഓക്കെ. അപ്പോൾ അതിൽ നെയിമിൻ്റെ ടൈപ്പ് സ്ട്രിങ്, ബാക്കി എന്താണെന്നുള്ളത് അങ്ങനെ. ദെൻ നമ്മളിനി ക്ലാസ് 2ലേക്ക് പോകും. ക്ലാസ് 2ലേക്ക് പോയിട്ട് ഇവിടെ എൻ്റെ പേരായിരിക്കും മേ ബി ഞാൻ കൊടുക്കുന്നത്.
നെയിം ഈക്വൽ ടു ഗിരി. ഇവിടെ എൻ്റെ പേരാണ് വരുന്നത്. ഓക്കെ, ദെൻ അഗെയിൻ എൻ്റെ അതേ മാർക്ക് ഇൻറ്റ് മാർക്ക് ഈക്വൽ ടു 2020. അതുപോലെ തന്നെ പെർസെൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്തു വേണം. സോ ഇത് ഈ ക്ലാസ് ബിയുടെ പ്രോപ്പർട്ടീസ് ആണ്, ഇത് വേരിയബിൾസ് ആണ്. നെയിം അതിനകത്തൊരു വാല്യൂ ആണ് ഗിരി, മാർക്ക് അതിനകത്ത് 20. സോ ഈ ക്ലാസ് എയുടെ പ്രോപ്പർട്ടീസ് ഇവിടെ, ക്ലാസ് ബിയുടെ പ്രോപ്പർട്ടീസ് ഇവിടെ. സോ ഈ വാല്യൂസിന് എനിക്ക് എവിടെ പ്രിന്റ് ചെയ്യണം? മെയിൻ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന് കമ്പൈൽ ചെയ്ത് റൺ ചെയ്തൊക്കെ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എനിക്ക് ക്ലാസ് എയുടെ പ്രോപ്പർട്ടീസ് എടുക്കണമെങ്കിൽ ഞാൻ ഫസ്റ്റ് ക്ലാസ് എയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റ് ക്രിയേഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ക്ലാസ്സിനകത്ത് നിന്ന് എന്തെങ്കിലും നമുക്ക് എടുക്കണമെങ്കിലോ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ക്രിയേറ്റ് എൻ ഒബ്ജക്റ്റ് ഓഫ് ദാറ്റ് ക്ലാസ്. ഓക്കെ, സോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏത് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ക്ലാസിൻ്റെ പേര് ആദ്യം കൊടുക്കുക. ഇപ്പം ഞാൻ ക്ലാസ് എയുടെ ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്പേസ് ഒരു വേരിയബിൾ നെയിം, അത് എന്ത് വേണോ കൊടുക്കാം. നമുക്കിപ്പോൾ A1 എന്ന് കൊടുക്കാം, 1A എന്ന് കൊടുക്കരുത്, കാരണം ഫസ്റ്റ് ഒരു ആൽഫബറ്റ് ആയിരിക്കണം. ഞാനിവിടെ കൊടുക്കുന്നത് OB1. അത് നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക, ഒരു വേരിയബിളും ഡിജിറ്റും കൂടെ ചേർന്ന് നമുക്കൊരു ഇത് കൊടുക്കുക. എന്നിട്ട് ഈക്വൽ ടു, അത് കഴിഞ്ഞിട്ട് ന്യൂ. ഇതൊരു ഇൻബിൽറ്റ് ഫോർമാറ്റാണ്, നമുക്കിതിൽ മാറ്റാൻ പറ്റത്തില്ല. ന്യൂ ഇസ് ആൻ ഓപ്പറേറ്റർ, അക്ഷരങ്ങളിൽ എഴുതിയ ഒരു ഓപ്പറേറ്ററാണ് ഈ ന്യൂ എന്ന് പറയുന്നത്. ന്യൂ ഓപ്പറേറ്റർ സ്പേസ് അഗെയിൻ ദാറ്റ് ക്ലാസ് നെയിം എ, ദെൻ ഇതുപോലെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് ഈ ക്ലാസ് എയുടെ ഒരു ഒബ്ജക്റ്റ്, അതായത് ഈ ന്യൂ എ എന്ന് പറയുന്ന പാർട്ട് ക്ലാസ് എയുടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അത് OB1 സേവ് ചെയ്തിരിക്കുകയാണ്. സോ OB1 വെറും ഒരു വേരിയബിൾ മാത്രമാണ്, ഒരു റെഫറൻസ് വേരിയബിൾ മാത്രമാണ്. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ട് അത് OB1 സേവ് ചെയ്തിരിക്കുകയാണ്. സോ ഇനി OB1 യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ് എക്കകത്തുള്ള പ്രോപ്പർട്ടീസ് അതെന്തായിരുന്നോ ആയിക്കോട്ടെ, മെത്തേഡ്സ് ആയിക്കോട്ടെ, വേരിയബിൾസ് ആയിക്കോട്ടെ, എനിത്തിങ് നമുക്ക് ഈ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് എവിടെ കൊണ്ടുവരാം? മെയിൻ ക്ലാസ്സിൽ പ്രിന്റ് ചെയ്യാം. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. സിസ്റ്റം ഡോട്ട്, എനിക്ക് ക്ലാസ് എയിൽ കിടക്കുന്ന നെയിം പ്രിയ എന്ന് പറയുന്ന നെയിമിനെയാണ് മെയിൻ ക്ലാസ്സിൽ പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ ഫസ്റ്റ് ഞാനൊരു ലേബൽ കൊടുക്കും ഔട്ട്പുട്ട് സ്ക്രീൻ വരാൻ വേണ്ടിയിട്ട്. നെയിം ഫ്രം ക്ലാസ് എ അത് ചെയ്യുന്നത് പ്ലസ് ഒബ്ജക്റ്റ്. ഇപ്പം ഒബ്ജക്റ്റ് OB1 ഒബ്ജക്റ്റ് സേവ് ആണ്. നമ്മൾ OB1 ഒബ്ജക്റ്റ് എന്നാണ് നോർമലി നമ്മൾ പറയുന്നത്. സോ OB1 ഏതാണ്? ക്ലാസ് എക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് ആണ് OB. അതേ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്താൽ നമുക്കത് എന്ത് ഇവിടെ വിസിബിൾ ആവും? നെയിം, മാർക്ക്, പെർസെൻറ്റേജ്. ക്ലാസ് എ കണ്ടോ, കണ്ടോ, ക്ലാസ് എയുടെ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്കിവിടെ വിസിബിൾ ആവും. അതിൽ ഏതാണോ വേണ്ടത് അതും ക്ലിക്ക് ചെയ്യുക, നെയിം വന്നു. ഇതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ പ്രോപ്പർട്ടീസ് SYSO കൺട്രോൾ സ്പേസ്, ദെൻ അതുപോലെ തന്നെ അതിൻ്റെ മാർക്കാണ് വേണ്ടതെങ്കിൽ മാർക്ക് ഞാൻ കഴിഞ്ഞ വേർഡ് ഫയലിൽ സ്ക്രീൻഷോട്ടിൽ വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഒരു പ്രോഗ്രാം. സോ OB1 ഡോട്ട് എനിക്ക് ഇപ്പോൾ ഏതാ വേണ്ടത്? നെയിം, മാർക്കാണ്. സോ കണ്ടോ, ക്ലാസ് എ മാർക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതുപോലെ പെർസെൻറ്റേജും ചെയ്യുക. ഓക്കെ, പക്ഷേ ഇതിപ്പോൾ ക്ലാസ് എയുടെ പ്രോപ്പർട്ടീസായി. ക്ലാസ് എയുടെ പ്രോപ്പർട്ടീസാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. ഇനി എനിക്ക് വേണ്ടത് ക്ലാസ് ബിയുടെ പ്രോപ്പർട്ടീസ് പ്രിന്റ് ചെയ്യണം. ക്ലാസ് ബിയുടെ പ്രോപ്പർട്ടീസാണ് അല്ലെങ്കിൽ വേരിയബിൾസ് ആണ് ഏത്? ഈ പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ മെയിൻ ക്ലാസ്സിലേക്ക് വീണ്ടും പോവുക. ജസ്റ്റ് ഇതിൻ്റെ താഴെയായിട്ടങ്ങ് ചെയ്താൽ മതി. ക്ലാസ് ബിയുടെ ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? ബിയുടെ ഒബ്ജക്റ്റ് ആണ്. സോ ഗിവ് ദ ക്ലാസ് നെയിം, ദെൻ OB1 ഇനി യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം OB1 ഓൾറെഡി മോഡിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഒരു വേരിയബിൾ ഒരു പ്രാവശ്യമേ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് OB2 ഈക്വൽ ടു ന്യൂ, ദെൻ അഗെയിൻ B. ഒരു ക്ലാസ് ഇടവും വലവും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ ഒരേ പേര് വരിക. ഇതൊരു ഇൻബിൽറ്റ് ഫോർമാറ്റ് ആണ്. സോ ഇപ്പം ന്യൂ B ക്രിയേറ്റ് ചെയ്തത് എന്താണ്? OB2 ഒബ്ജക്റ്റ് ആണ്. ക്ലാസ് ബിയുടെ ഒബ്ജക്റ്റ് ആണ് ഇപ്പോൾ OB2 ഓക്കെ, OB2 ഉപയോഗിച്ച് അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കാൻ പറ്റും. എക്സാമ്പിൾ ഇപ്പോൾ നെയിം ഫ്രം ക്ലാസ് ബി ആണെങ്കിൽ നമ്മൾ എങ്ങനെ വിളിക്കണം? OB2 ഡോട്ട് കണ്ടോ, ഇത് ബി കണ്ടോ, ക്ലാസ് ബി ആണ് കാണിക്കുക. OB2 രണ്ട് പ്രോപ്പർട്ടീസ്, അതായത് ഈ പറയുന്ന ഇതും ഈ രണ്ട് കാര്യങ്ങളും, രണ്ട് പ്രോപ്പർട്ടീസും നമുക്ക് അവിടെ വിസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ OB2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലാസ് ബിയുടെ OB2 ഡോട്ട് മാർക്ക് നെയിം എന്താണെന്നുള്ളത്. നെയിം ആണെങ്കിൽ നെയിം കൊടുക്കുക. ഓക്കെ, നെയിമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്.
ഓക്കെ. സോ ഇവിടെ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ സെക്കൻഡ് രണ്ടാമത് ആ മാർക്കും കൂടെ നമുക്ക് പ്രിന്റ് ചെയ്യാം. മാർക്കാണെങ്കിൽ എന്താ OB2 കാരണം ബിയുടേതാ OB2.mark എം കൊടുക്കുക, എൻ്റർ ചെയ്യുക മാർക്ക്. സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, OB1 ഡോട്ട് വിളിച്ചിരിക്കുന്നത് നെയിമാണ്, OB1.mark ഇത് വേരിയബിൾസ് എല്ലാം കാണാൻ ഒരുപോലെ ആണെങ്കിലും OB1 വെച്ച് നമ്മൾ വിളിച്ചിരിക്കുന്നത് ക്ലാസ് എക്കുള്ളിലെ നെയിമിനെയും മാർക്കിനെയുമാണ്. OB1 ഡോട്ട് വിളിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരെ, OB2 വിളിച്ചിരിക്കുന്നത് ഈ നെയിമിനെയും ഈ വേരിയബിളിനെയുമാണ്, ഈ മാർക്കിനെയുമാണ്. സോ അവർ തമ്മിൽ സാമ്യമുണ്ടെങ്കിലും അവർ ഒന്നല്ല, രണ്ടും രണ്ട് ക്ലാസിന്റെ പ്രോപ്പർട്ടീസാണ്. ഓക്കെ. സോ ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഏത് ക്ലാസ് ആയിരുന്നാലും, ഇപ്പോൾ പ്രിയ എന്നാണ് ക്ലാസിന്റെ പേരെങ്കിൽ പ്രിയ സ്പേസ് OB2 ഈക്വൽ ടു ന്യൂ പ്രിയ. ഞാൻ ആ നേരത്തെ അയച്ചു എന്ന് പറഞ്ഞ വേർഡ് ഫയലിനകത്ത് അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. ദെൻ ആസ് യൂഷ്വൽ നമുക്ക് റൺ ചെയ്യണം. റൺ ഫയൽ ആൻഡ് ജാവ ആപ്ലിക്കേഷൻ. ഓക്കെ. ഇവിടെ വാല്യൂ കൃത്യമായിട്ട് പ്രിന്റ് ആയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്പേസ് കൊടുത്താൽ കുറച്ച് ഭംഗിയുണ്ടാവും. ഓക്കെ. അഗെയിൻ റൺ, സേവ് ചെയ്യുക. റൺ ചെയ്യുക. ഇതിന്റെ പ്രത്യേകം റൺ ചെയ്താൽ ഓട്ടോ സേവ് ആൻഡ് ഓട്ടോ കമ്പൈൽ രണ്ടും ആയിക്കോളും. സേവും കമ്പൈലും റണ്ണും ഒറ്റ കമാൻഡിലായിക്കോളും. നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട എക്ലിപ്സിൽ നമ്മൾ റൺ ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ സേവ്, കമ്പൈൽ, റൺ ഒരേ സമയത്ത് തന്നെ അത് സംഭവിക്കും. ഓക്കെ കൊടുക്കുക. ഓക്കെ. ഇതാ കണ്ടോ നെയിം ആദ്യത്തെ, ഇത് ഈ സ്റ്റെപ്പിന്റെ ഔട്ട്പുട്ട്. അതുപോലെ ഫോളോഡ് ബൈ നെയിം ക്ലാസ് ബി എന്ന് ഗിരി, കാരണം OB2.giri. സോ ഈ പറഞ്ഞതാണ് ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്. ക്ലാസസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ ടോപ്പിക്കിന്റെ ഒരു എക്സ്പ്ലനേഷൻ. ഇങ്ങനെ നമുക്ക് എത്ര ജാവ ക്ലാസ്സുകൾ വേണോ എഴുതാം, പക്ഷെ അവർക്ക് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒറ്റ മെയിൻ ക്ലാസ് മതി. ഓക്കെ. അത് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ നോർമലി ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. കേരളത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 14ഓളം ജില്ലകളുണ്ട്. ഇപ്പോൾ 13 ജില്ലകളെ ക്ലാസ്സുകളാണെങ്കിൽ ട്രിവാൻഡ്രം മെയിൻ ക്ലാസ് ആണ്. കാരണം ട്രിവാൻഡ്രത്ത് വെച്ചാണ് ഈ മൊത്തം ഡിസിഷൻസും ഗവൺമെന്റ് എടുക്കുന്നത്. നമ്മുടെ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നത് അല്ലെങ്കിൽ സിസ്റ്റം ഫംഗ്ഷനിങ് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനുള്ളിലാണ്. സോ ഈ കംപ്ലീറ്റ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, 14 ജില്ലകളല്ലേ, 14 ജില്ല ആണെന്ന് എൻ്റെ ഓർമ്മ. അതിൽ ബാക്കി ജില്ലകളെ നമുക്ക് എന്ത് പറയാം, ജാവ ക്ലാസ്സുകൾ. നമ്മുടെ തിരുവനന്തപുരത്തിനെ ജാവ മെയിൻ ക്ലാസ് ആക്കി നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം ഡിസ്ട്രിക്റ്റുകളുടെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും എല്ലാം നമുക്ക് ട്രിവാൻഡ്രം ആകുന്ന മെയിൻ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് ഇതുപോലെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. ഇതാണ് ക്ലാസ്സിൽ എഴുതി മെയിൻ ക്ലാസ്സിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് റൺ ചെയ്യുന്ന രീതി. എൻറ്റയർ ജാവ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇതാണ്. സോ ഇതിന്റെ ഡിഫറെന്റ് എക്സ്പെരിമെന്റ് മാം ഒന്ന് ചെയ്ത് നോക്കണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, പോസ്റ്റ് ചെയ്താൽ മതി, ഞാൻ അതിനുള്ള മറുപടി തരാം. ഓക്കെ മാം, താങ്ക് യു.